കൊച്ചിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രാഥമിക പരിശോധനയിലാണ് രോഗം കണ്ടെത്തിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ടുണ്ട്. പ്രദീപ്, ഇപ്പോൾ എവിടെയാണ് ഇദ്ദേഹം ചികിത്സയിലുള്ളത്? ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എന്തൊക്കെ ജാഗ്രതാ നടപടികൾ ആരോഗ്യവകുപ്പ് കൈക്കൊള്ളുന്നുണ്ട്? ദിവിഷ, എറണാകുളത്ത് ജോലി ചെയ്യുന്ന ലക്ഷദ്വീപ് സ്വദേശിക്കാണ് മസ്തിഷ്ക ജ്വരമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ടെലിസ്കോപ്പ് പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരം എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം RT-PCR പരിശോധനാ ഫലം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം രോഗബാധിതനായ ആളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏതാണ്ട് 153 പേർക്ക് ഇതിനോടകം തന്നെ മസ്തിഷ്ക ജ്വരം പിടിപെട്ടിട്ടുണ്ട് എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. 33 മരണം മസ്തിഷ്ക ജ്വരം മൂലം സംഭവിച്ചിട്ടുണ്ടെന്നും നേരത്തെ നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന് പിന്നാലെ H1N1 പനി നേരത്തെ മുതൽ പലയിടത്തുമുണ്ട്. കളമശ്ശേരി കുസാറ്റിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് H1N1 പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികളെ നിരീക്ഷണത്തിലാക്കിയിട്ടുമുണ്ട്. ആരുടെയും കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ശരി. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപ് സ്വദേശിക്കാണ് കൊച്ചിയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്.